ഹോർമുസ് കടലിലെ ഇറാൻ സ്ഥാപിച്ച മൈനുകളിൽ തട്ടി അമേരിക്ക കാലുടക്കുകയാണ്, വഴുതി വീഴുകയാണ്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന കപ്പലിന് അമേരിക്ക നൽകിയിരിക്കുന്ന സന്ദേശം ഇവിടെയുള്ള മൈനുകളൊക്കെ നീക്കം ചെയ്തു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അമേരിക്കയും ലോകത്തെയും അമ്പരപ്പിക്കുന്നതാണ്. 6 മാസം എടുത്താൽ പോലും ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിലാണ് വ്യത്യസ്ത മേഖലകളിൽ ഇറാൻ മൈനുകൾ സ്ഥാപിച്ചത്. അത് എളുപ്പത്തിൽ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. കപ്പൽ വേധ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടൊക്കെയാണ് മൈനുകൾ നീക്കം ചെയ്യാൻ വേണ്ടി അമേരിക്ക ശ്രമിക്കുന്നത്. എന്നാൽ വളരെ എളുപ്പത്തിൽ സ്പീഡ് ബോട്ട് പോലുള്ള ചെറിയ ബോട്ടുകളിലൂടെയാണ് ഇവർ മൈനുകൾ സ്ഥാപിക്കുന്നത്. 2 തരത്തിലാണ്. ഹോർമുസ് കടൽ നമുക്കറിയാം, 2 രാജ്യത്തിൻ്റെ അതിർത്തിയാണ് പങ്കിടുന്നത്. ഒന്ന് ഇറാനാണ്, മറ്റൊന്ന് ഒമാനാണ്. ഒമാൻ്റെ അതിർത്തിയിലൂടെയാണ് പരമാവധി കപ്പലുകൾ നീങ്ങണം എന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ അതിർത്തിയാകുന്ന സമയത്ത് വല്ലാത്ത രീതിയിൽ ഇറാൻ ആക്രമിക്കില്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അതിലെ വിഷയം എന്ന് പറയുന്നത്, ഇതിൻ്റെ വീതി കണക്കാക്കുന്ന സമയത്ത് 96 കിലോമീറ്ററാണ് ഒരു ഭാഗത്തേക്ക് വീതി കണക്കാക്കുന്നത്. മറ്റൊരു ഭാഗത്ത് വീതി കുറവുള്ള സ്ഥലമാണ് 34 കിലോമീറ്ററാണ്. അഥവാ ഇറാൻ്റെ അതിർത്തിയിൽ നിന്ന് ഒമാൻ്റെ അതിർത്തിയിലേക്ക് ഒരു ഭാഗത്ത് 94 കിലോമീറ്ററും മറ്റൊരു ഭാഗത്തേക്ക് 34 കിലോമീറ്ററുമാണ്. ഏത് തരത്തിലും ഇറാന് ആക്രമിക്കാൻ വേണ്ടി സാധിക്കും. 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇസ്രായേലിൽ കൊണ്ടുപോയിട്ട് ബോംബിടുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം 96 കിലോമീറ്റർ ദൂരപരിധി വരെ കപ്പലിൽ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, നീക്കം ഈ മേഖല ഇറാൻ്റെ മേഖല, ഒമാൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പരമാവധി മൈനുകൾ സ്ഥാപിച്ച് നീക്കം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനെ ആ സമയത്ത് അമേരിക്ക തന്നെ കുടുങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നില്ലെങ്കിൽ പിന്നീട് പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെ വില കൂടും. അത് അമേരിക്കക്ക് പ്രശ്നമായി വരും. അഥവാ ഇപ്പോഴത്തെ യുദ്ധം അമേരിക്ക നിർമ്മിച്ചതാണ് എന്നുള്ളതും, ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാത്രമാണ് എന്ന് ഇറാൻ ആരോപിക്കുകയും ലോകം അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ, തങ്ങൾ ആക്രമിച്ചതല്ല, തങ്ങൾ ആക്രമിക്കപ്പെട്ടതാണ്. അമേരിക്കയാണ് തങ്ങൾ ആക്രമിച്ച് തങ്ങളത് പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത്. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഹോർമുസ് കടലിലേക്ക് യുദ്ധം ഇറങ്ങിയത്. ഹോർമുസ് കടൽ തങ്ങളുടെ രാജ്യാതിർത്തിയാണ്, അത് വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ല. എല്ലാ രാജ്യത്തെ പോലെ തന്നെ തങ്ങൾക്കും കടലിൽ അവകാശമുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഏറെക്കുറെ ലോകത്തുള്ള 20% പെട്രോളിയം വഹിച്ചു കൊണ്ടുള്ള കപ്പലുകളും ഈ മേഖല കേന്ദ്രീകരിച്ചാണ് പോകുന്നത്. അതിൻ്റേതായ ഒരു പ്രയാസമുണ്ട്. 100-ലധികം കപ്പൽ നിത്യേന കടന്നു പോകുന്ന പാതയാണിത്. ഇപ്പോൾ അത് 10-ൽ താഴെ മാത്രമേ പോകുന്നുള്ളൂ എന്ന് ചുരുക്കം. അപ്പോൾ വിമാനവാഹിനി കപ്പൽ 3 എണ്ണമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നങ്കൂരമിട്ടത് എന്നുള്ളത് അമേരിക്ക സ്ഥിരീകരിക്കുന്നു. അതായത് ജെറാൾഡ് ആൾഫോർഡ് പറയുന്നു, അബ്രഹാം ലിങ്കൺ പറയുന്നു, USS ജോർജ് ബുഷ് പറയുന്നു. ഇത് 3 വിമാനവാഹിനി കപ്പലാണ്. ഒന്നിൽ 65 വിമാനങ്ങൾ, മറ്റൊന്നിൽ 75, മൂന്നാമത്തൊന്നിൽ 80 അല്ലെങ്കിൽ 82. അത്രയും വലിയ സംവിധാനത്തോട് കൂടിയിട്ടാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അറേബ്യൻ കടലും അറേബ്യൻ കടൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗം, പിന്നീട് മെഡിറ്ററേനിയൻ കടലിൻ്റെ ഭാഗത്താണ് നങ്കൂരമിട്ടിരിക്കുന്നത് എന്നാണ് അമേരിക്ക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. മെയ് 1 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അധികാര പരിധിക്ക് നിയന്ത്രണം വരുന്നുണ്ട്. അഥവാ ഈ അമേരിക്കയുടെ ഭരണഘടന പ്രകാരം ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് തന്നെയാണ് സൈനിക കമാൻഡർ. സൈനികമായി കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന, അതിന് ഉത്തരവ് നൽകാൻ അധികാരപ്പെടുത്തിയത് ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ്. ആ പ്രസിഡന്റിന് ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സ്വതന്ത്രമായ രീതിയിൽ ചില തീരുമാനമെടുക്കാൻ വേണ്ടി ഭരണഘടന അനുവാദം നൽകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 മാസമാണ്, അഥവാ 60 ദിവസമാണ്. 60 ദിവസം കഴിഞ്ഞാൽ പിന്നീട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കണിശമായിരിക്കും തീരുമാനമെടുക്കണമെങ്കിൽ അമേരിക്കൻ കോൺഗ്രസ്സിൽ അത് ചർച്ച ചെയ്യുകയും അത് ഭൂരിപക്ഷത്തിന് പാസ്സാക്കുകയും വേണം. അങ്ങനത്തെ ആ തീയതി മെയ് 1 കൂടി കഴിയാണ്. ഇപ്പോൾ സ്വതന്ത്രമായ രീതിയിൽ അമേരിക്കയുടെ പ്രസിഡന്റിൻ്റെ തീരുമാനമനുസരിച്ച് യുദ്ധം എങ്ങനെ ചെയ്യണം, എങ്ങോട്ട് കൊണ്ടുപോകണം, ഏത് തരത്തിൽ ഇടപെടൽ നടത്തണം, എത്രയൊക്കെ ഈ ആയുധങ്ങൾ അവിടുന്ന് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കണം എന്നതിനൊക്കെ ഒരു വ്യക്തിക്ക് തീരുമാനം എടുക്കാൻ പറ്റും മെയ് 1 വരെ. മെയ് 1 കഴിഞ്ഞാൽ പിന്നീട് തീരുമാനത്തിന് വിഷയങ്ങൾ വരും. മെയ് 1 എന്ന് പറഞ്ഞ സമയത്ത് ഇനി ഒരുപാട് ദിവസങ്ങളില്ല, കൂടി വന്ന 5-6 ദിവസം മാത്രമേ ഉള്ളൂ. ഇത് വലിയ രീതിയിലുള്ള പ്രയാസം അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലും ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിന് പരിഹാരമുണ്ടാവണം എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു, താല്പര്യപ്പെടുന്നു. അതിൽ മൈനുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എവിടെയാണ് എന്ന് അതിൻ്റെ കൃത്യമായിരിക്കുന്ന റൂട്ട് മാപ്പ്
അറിയുന്നത് ഇറാന് മാത്രമാണ് കാര്യം. അവരാണ് അത് സ്ഥാപിച്ചത്, അവർക്കതറിയാം. അത് എടുത്ത് മാറ്റിയിട്ടില്ലേ പ്രശ്നമെന്ന് പറഞ്ഞാൽ മൈനിങ് സംവിധാനം കടലിലുണ്ടാക്കുന്നത് കരയിൽ വെക്കുന്നത് രണ്ടെണ്ണമുണ്ട്. കരയിൽ വെക്കുന്ന പല മൈനുകളും പൊട്ടിത്തെറിച്ചുകൊണ്ട് ഗസക്കകത്ത് ഇസ്രായേൽ സൈനികർ മരണപ്പെടുന്നതും അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ മരണപ്പെടുന്ന റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ മരണം നടക്കുന്നത് ലെബനാൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഒരു മൈന് പൊട്ടിത്തെറിച്ചിട്ട് 2 സൈനികർ കൊല്ലപ്പെട്ടവരെ ഇതിൻ്റെ അടുത്ത് തന്നെ റിപ്പോർട്ടായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മൈനുകൾ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് അത് കപ്പൽ തന്നെ കത്തി നശിക്കും, അല്ലെ മുങ്ങാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് ഭയപ്പെട്ടുകൊണ്ട് ഈ മേഖലയുടെ സ്വതന്ത്രമായ രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു കപ്പൽ കമ്പനി താല്പര്യപ്പെടുന്നില്ല. കപ്പൽ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ അല്ലാതെ പ്രൈവറ്റാണ് കൂടുതലും വരുന്നത്. അതുകൊണ്ട് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം, ബുദ്ധിമുട്ടും, സാമ്പത്തിക നഷ്ടങ്ങളും, ഇൻഷുറൻസ് കിട്ടാത്തതും, കപ്പൽ തകർന്നു പോകുന്നതും, അതിലുള്ള ഈ വാണിജ്യ വസ്തുക്കൾ തകരുന്നതും, അതോടൊപ്പം തന്നെ അതിൽ ജീവനക്കാരില്ലാതാകുന്നതും, അങ്ങനെ ഒരുപാട് സങ്കീർണമായിരിക്കുന്ന പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഒരു കപ്പലിൻ്റെ നാശവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കപ്പലിൻ്റെ ഉടമസ്ഥർ അനുഭവിക്കുന്നത്. അങ്ങനെ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറല്ല. 2000-ലധികം കപ്പലെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഹോർമുസ് കടലിൽ കടക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് വരുന്നത്. അതിൽ 10-ൽ താഴെ മാത്രമേ കടക്കൂ എന്ന് പറഞ്ഞ സമയത്ത് ഇത്രയും കപ്പലുകൾ അക്കരെ എത്തണമെങ്കിൽ എത്ര കാലമെടുക്കും എന്നുള്ള വലിയ വിഷയമാണ്. അങ്ങനെ ആ സമയത്ത് പെട്രോൾ ഉൽപ്പന്നത്തിൻ്റെ വില കൂടുകയും ചെയ്യും, അതിൻ്റെതായ ബുദ്ധിമുട്ട് ലോകം അനുഭവിക്കുകയും ചെയ്യും. പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തീരണം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മേഖല കേന്ദ്രീകരിച്ച ഹോർമുസ് കടലാണ് ഈ യുദ്ധത്തിലെ തുറുപ്പ് ഷീറ്റായിട്ട് ഇറാൻ ഉപയോഗിക്കുന്നത്. അഥവാ ആണവായുധത്തെക്കാൾ മൂർച്ചയാണ് യഥാർത്ഥത്തിൽ ഹോർമുസ് കടലിൻ്റെ ശക്തി എന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ആണവായുധം വിക്ഷേപിച്ചാൽ, ആണവായുധം ഒരു രാജ്യത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഈ ശരാശരി തന്നെ കണക്കെന്ന് പറയാൻ 1,00,000 ആളുകൾ സ്പോട്ടിൽ മരിക്കും എന്നുള്ളതാണ്. പിന്നീട് അതിൻ്റെ ജീവജാലങ്ങൾ, സസ്യങ്ങൾ, ഭൂമിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ബിൽഡിംഗ് തകർച്ച, അങ്ങനെയൊക്കെ വേറെ കുറേ പോകുന്നുണ്ട്. പക്ഷേ ഒരു പ്രദേശത്ത് 1,00,000 ആളുകൾക്ക് ഒരേ സമയത്ത് അതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കേണ്ട ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു അക്രമ സ്വഭാവത്തിൻ്റെ പേരാണ് അണുബോംബ് എന്ന് പറയുന്നത്. ആ പ്രദേശത്ത് മാത്രമേ അത് അനുഭവിക്കൂ. എന്നാൽ ഹോർമുസിനെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് ബ്ലോക്കാക്കുന്ന സമയത്ത് ആ പ്രദേശം മാത്രമാണോ? അല്ല. ആ രാജ്യം മാത്രമാണോ? അതുമല്ല. ലോകത്താകമാനം അത് അനുഭവിക്കുന്നു. നമ്മൾ പോലും അനുഭവിക്കുന്നു. നമ്മളും ഇറാനും തമ്മിൽ പ്രശ്നമില്ല, നമ്മളും അമേരിക്കയും തമ്മിൽ പ്രശ്നമില്ല, നമ്മൾ ഇസ്രായേലും തമ്മിൽ പ്രശ്നമില്ല, ഒരു രാജ്യം തമ്മിൽ പ്രശ്നമില്ല. പക്ഷെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ട്. അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് എന്തുണ്ടാകുന്നുണ്ട്? ഇവിടെ ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഈ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ ഇറാൻ ഉപയോഗിക്കുന്നു. ആ ഇറാൻ ഉപയോഗിക്കുന്ന സമയത്ത് കപ്പൽ കടക്കാതെ വരുന്നു. കപ്പൽ കടക്കാതെ വരുന്ന സമയത്ത് ഉള്ള വസ്തുക്കൾക്ക്, സൂക്ഷിക്കപ്പെട്ട വസ്തുക്കൾക്ക് വില കൂടുന്നു. ആ വില നമ്മൾ അധികം കൊടുക്കേണ്ടി വരുന്നു. നിത്യോപയോഗ സാധനങ്ങൾ കൃത്യമായ രീതിയിൽ കിട്ടാതിരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഉൽപ്പന്നത്തിൻ്റെ വില കൂടുക എന്നുള്ളത് വിപണി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ്. അങ്ങനെ വില നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഗ്യാസിന് വില കൂടി, പെട്രോളിയത്തിന് വില കൂടിയിട്ടില്ല, ഒരു പക്ഷേ കൂടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നു. ഈ വിഷയങ്ങളൊക്കെ വരുന്നത് ഈ കടലുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മൾക്ക് യാതൊരു ബന്ധവുമില്ലാത്ത, നമ്മൾ അനുഭവിക്കാത്ത, നമ്മൾക്ക് അതിൻ്റെ ഗുണവും ദോഷവും ഇല്ലാത്ത ഒരു പ്രശ്നത്തിൽ പോലും നമ്മൾ നിരപരാധികളായിരിക്കുന്ന നമ്മൾ പോലും അതിൻ്റെ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ആണവായുധത്തേക്കാൾ മൂർച്ചയുണ്ട് ഹോർമുസ് കടലിന് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതാണ് ഇറാൻ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള മൈനുകൾ തകർക്കാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ സഹായമില്ലാതെ ഒരിക്കലും അമേരിക്കക്ക് സാധിക്കുകയില്ല. അങ്ങനെ പോകുന്ന സമയത്ത് ഇത് നീണ്ടുപോകും. അതല്ലെങ്കിൽ പ്രശ്നപരിഹാരത്തിന് ഇളവ് നൽകാൻ വേണ്ടിയിട്ട് ഏറെക്കുറെ ഇറാൻ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി അമേരിക്ക മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ ദാരുണമായിരിക്കുന്ന പ്രയാസം ഭാവിയിലും അനുഭവിക്കും എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.